إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات ലോകമെമ്പാടും എല്ലാവരും വളരെ ഭീതിയിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഒരു രോഗം, കൊറോണ എന്ന് പറയപ്പെടുന്ന ഒരു രോഗം കാരണത്താൽ ലോകത്തെല്ലാവരും ഭീതിയിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഒന്ന് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളൊക്കെ ഉണർത്തുന്നുണ്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ എടുത്തു പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേട് കാണിക്കുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗവും. മുമ്പുണ്ടായ തലമുറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാ രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടൊക്കെ അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻആമിലെ 42-43 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഒരു ആയത്താണ്. അല്ലാഹു പറയുകയാണ്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്. നിനക്ക് മുമ്പുള്ള സമുദായങ്ങളിലേക്ക് നമ്മുടെ ഇസ്ലാമിന്റെ സന്ദേശമായി കൊണ്ട് ധാരാളക്കണക്കിന് ദൂതന്മാരെ, പ്രവാചകന്മാരെ നാം പറഞ്ഞയച്ചു. പക്ഷേ ആളുകൾ ഇസ്ലാമിനെ അംഗീകരിക്കാതെ അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞപ്പോ ഫഅഖസ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ദറാ കൊണ്ടും ബഅസാ കൊണ്ടും നമ്മൾ അവരെ പിടികൂടി എന്ന് പറഞ്ഞ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. ബഅസാ കൊണ്ട് പിടികൂടി എന്ന് പറഞ്ഞാൽ ഫഖർ, ദാരിദ്ര്യം, വദ്ദയ്യിഖ് ഫിൽ ഐഷ്, ജീവിതത്തിൽ കുടുസത, പ്രയാസം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇട്ടുകൊടുത്തു. വദ്ദറാ, ദറാ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു അൽ-അംറാദ്, രോഗങ്ങൾ, അതേപോലെ തന്നെ വൽ ആലാം, വേദനകളും രോഗങ്ങളും കൊണ്ട് അവരെ നാം പിടികൂടി. എന്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തത്? ലഅല്ലഹും യതദറഊൻ, അവർ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അല്ലാഹുവിന് ഭയഭക്തിയുള്ള ഖുശൂഉള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്. വലിയൊരു പ്രധാനപ്പെട്ട ആയത്താണ്. അല്ലാഹുവെ നിഷേധിച്ച് ജീവിക്കുന്നത് കാരണത്താൽ ആ സമുദായത്തിലേക്ക് അല്ലാഹു അവർ മടങ്ങാൻ, അവർ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും ഖുശൂഅോടുകൂടി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാ രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും അവരിലേക്ക് അയച്ചു കൊടുത്തു. നമ്മൾ ആലോചിച്ചു നോക്കുക, ലോകത്തിന്റെ
ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള ചൈന, ഏറ്റവും കൂടുതൽ ഫാസിക്കുകളുള്ള തമ്മാടികൾ അടങ്ങിയ ഒരു രാജ്യമാണ് ചൈന. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന നിരീശ്വരവാദത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ ധാരാളക്കണക്കിന് ഫാസിക്കുകൾ അടങ്ങിയ, ഇസ്ലാമിനെതിരെ മുസ്ലിമുകളെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. തമ്മാടിത്തം കൊണ്ട് അള്ളാഹു കൊടുക്കുകയാണ് പല മാറാ രോഗങ്ങളും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഒരു മുഅ്മിൻ ഇവിടെ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് അവസ്ഥയാണെന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ? തോന്നിവാസങ്ങളാണ്, അരാജകത്വങ്ങളാണ്, തമ്മാടിത്തങ്ങളാണ്. നമ്മുടെ നാട്ടിലായാലും അതിഭൂരിഭാഗവും ശിർക്കാണ്, കുഫ്റാൻ, ഇതാണുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ രോഗങ്ങൾ പടർന്നു കൊണ്ടിരുന്നിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകളുടെ ചിന്ത എന്താ? അള്ളാഹുവിലേക്ക് മടങ്ങണം, ഇസ്ലാം സ്വീകരിക്കണം, ശിർക്കും കുഫറും ബിദ്അത്തുകളും ഉപേക്ഷിക്കണം, ചാരങ്ങളിൽ പോയി അള്ളാഹു അല്ലാത്തവരുടെ ഇബാദത്ത് ചെയ്തത് ഒഴിവാക്കണം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. തോന്നിവാസങ്ങളിൽ നിന്ന് ആളുകൾ മടങ്ങുന്നില്ല. അള്ളാഹു ചോദിക്കുകയാണ് അടുത്ത ആയത്തിൽ, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നിട്ടും എന്തുകൊണ്ടാണ് അവർ വിനയം കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അള്ളാഹു അനുസരിച്ചുകൊണ്ട് ജീവിക്കാത്തത്? അള്ളാഹു ചോദിക്കുകയാണ്. വലാകിൻ ഖസത് ഖുലൂബുഹും, അള്ളാഹ് പറയാ അവരുടെ ഹൃദയങ്ങളൊക്കെ കടുത്തുപോയി. വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ ശൈത്താൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ ഈ രോഗം വ്യാപിക്കുന്നത് കാരണത്താൽ തന്നെ പല നടപടികളും ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഒരു അറിയിപ്പാണ്, അള്ളാഹുവിലേക്ക് മടങ്ങണം, ഇസ്ലാമാണ് സത്യം. അല്ലെങ്കിൽ മുസ്ലിം എന്ന പേരിൽ ശിർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരൊക്കെ ആ ശിർക്കിനെ വിട്ട്, ബിദ്അത്തിനെ വിട്ട് തൗഹീദിലേക്ക് മടങ്ങാൻ ആരാണ് ചിന്തിക്കുന്നത്? നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. തോന്നിവാസങ്ങളിൽ തന്നെ ആളുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കുന്നതോ തോന്നിവാസങ്ങളിൽ നിന്ന് തന്നെ തുടർന്നുകൊണ്ടിരുന്നു, ഒരു മാറ്റവുമില്ലാതെ ദുനിയവിയായിക്കൊണ്ടുള്ള അതിനെ എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദുനിയ ദാറുൽ ഇലാഹ്, ദുനിയാവെന്ന് പറഞ്ഞ അത് അള്ളാഹുവിന്റെ ദാറാണ്, വീടാണ്. അപ്പൊ ദുനിയാവെന്ന ദാറ് അത് അള്ളാഹുവിൻ്റെതാണ്. അപ്പോ ആ വീട്ടിൽ, ആ വീടിന്റെ ഉടമസ്ഥന്റെ കൽപ്പന കൂടാതെ ആ വീട്ടിൽ ആരാണോ പല നിലപാടുകളും സ്വീകരിക്കുന്നത്, ലിസ്സുൻ, അവൻ കള്ളനാണ്. അപ്പൊ നമ്മള് ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളും കള്ളന്മാരാണ്. അതെങ്ങനെ? അള്ളാഹു നൽകിയ അനുഗ്രഹം, അള്ളാഹുവിന്റെ ദാറ്, ആ ദാറിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, ആ ദാറിന്റെ സ്വാഹിബായ അള്ളാഹുവിന്റെ കൽപ്പനകളല്ലാതെ പലതും ആളുകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ലിസ്സാണ് എന്ന് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറയാ, കള്ളന്മാരാണ്. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ആളുകളാണെങ്കിൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ക്ഷമിച്ചാൽ അല്ലെങ്കിൽ അവന് മരണപ്പെട്ടാലും അവന് സ്വർഗമാണ്, അവന് സന്തോഷമാണ്. എന്നാൽ അള്ളാഹുവെ കുറിച്ച് ചിന്തിക്കാതെ തോന്നിവാസങ്ങളിൽ നിന്നും, ശിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നും മടങ്ങാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന് തീരാ നഷ്ടങ്ങളാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോ, വബാകൾ വരുമ്പോ, പകർച്ചവ്യാധികൾ വരുമ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സുരക്ഷ ഒരു മുഅ്മിൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ബാധിക്കാതിരിക്കാൻ പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദുആ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ
വഹുവസ് സമീഉൽ അലീം എന്ന് ഒരാൾ പറഞ്ഞാൽ, ലം സലാസ മറാത്തിൻ 3 തവണ ഒരാൾ പറഞ്ഞാൽ, ലം തുസിബഹു ഫജ്അതു ബലാഇൻ ഹത്താ തുസ്ബിഹ, നേരം പുലരുന്നത് വരെ പെട്ടെന്ന് സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അവനെ ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വമൻ ഖാലഹാ ഹീന യുസ്ബിഹു 3 മറ, ആരെങ്കിലും ഈ ദുആ രാവിലെ 3 തവണ പറഞ്ഞാൽ, ലം തുസിബഹു ഫജ്അതു ബലാഇൻ ഹത്താ യുംസി, വൈകുന്നേരമാകുന്നത് വരെ പൊടുന്നനെ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അവനെ ബാധിക്കുകയില്ല എന്നാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ, ഈ ദുആ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. എന്താണ് അതിന്റെ അർത്ഥം? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് അല്ലാഹുവോട് നമ്മൾ സഹായം തേടുകയാണ്. അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. അല്ലാഹുവിന്റെ മഅസ്മിഹി എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഇസ്മ പറയുന്നതോട് കൂടെ ഭൂമിയിലുള്ളതോ ആകാശങ്ങളിലുള്ളതോ ഒന്നും നമുക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല. വലാ ഫിസ് സമാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഐ മിനൽ ബലാഇൻ നാസിൽ മിൻഹാ, ആകാശത്തു നിന്നും ഇറങ്ങുന്ന പരീക്ഷണങ്ങൾ അതവനെ ബാധിക്കുകയില്ല. ആ 3 തവണ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമയങ്ങളിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, യൂനുസ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. വനജൈനാഹു മിനൽ ഗമ്മി, അങ്ങനെ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷിച്ചു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇപ്രകാരമാകുന്ന മുഅ്മിനുകളെ നാം രക്ഷിക്കുക എന്ന്. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഇപ്രകാരമാണ് മുഅ്മിനുകളെ നാം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഐ ഇദാ കാനൂ ഫിശ്ശദാഇദി, പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നമ്മോട് അവർ പ്രാർത്ഥിച്ചാൽ, ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാ, വലാ സിയമ, പ്രത്യേകിച്ച് ഇദാ ദഉ ബിഹാദ ദുആഇ ഫി ഹാലിൽ ബലാ, പ്രത്യേകിച്ച് ഈ ദുആ, അതേതാ? യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ദുആ. അതെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉത്തരം നൽകും എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഈ പ്രാർത്ഥനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തു സിന്നൂൻ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ, ഇദ് ദഅ ബിഹാ വഹുവ ഫീ ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ വയറ്റിലായ സ്ഥിതിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചതായ ആ ദുആ ഉണ്ടല്ലോ, അതേതാ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഈ ദുആ ആകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യദ്ഉ ബിഹാ റജുലുൻ ഫീ ഷൈഇൻ ഖത്തു, ഒരു മനുഷ്യൻ തന്റെ ആവശ്യത്തിൽ ഈ ദുആ, യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഈ ദുആ വെച്ച് പ്രാർത്ഥിക്കുകയില്ല, ഇല്ലസ്തജാബല്ലാഹു ലഹു, എങ്ങനെയല്ലാതെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉത്തരം നൽകുന്ന. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സഹോദരന്മാര്. അങ്ങനെയുള്ള പ്രാർത്ഥനകളും നേരത്തെ പറഞ്ഞ ദുആകളൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, വലാ യുൽഖി ഫിൽ ഖുറബിൽ ഇസാമി ഇല്ല ശിർകു, ഒരു മനുഷ്യന് അവനിലേക്ക് പ്രയാസങ്ങൾ, ഏറ്റവും വലിയ ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ ഒരു മനുഷ്യനിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇല്ല ഷിർക്ക്, ഷിർക്കാണ്. വലാ യുൻജി മിൻഹാ, ആ പ്രയാസങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയില്ല ഇല്ല തൗഹീദു, തൗഹീദ് അല്ലാതെ. അപ്പൊ തൗഹീദിന്റെ വചനമടങ്ങിയ ഈ പ്രാർത്ഥനകൾ നമ്മൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് പ്രയാസഘട്ടങ്ങളിലൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു, അമ്മാ ബഅദ്. പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ട അവൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു മറ്റൊരു ദുആ കാണാം. നമുക്ക് താങ്ങാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത, പ്രതിരോധിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു യതഅവ്വദു മിൻ ജഹ്ദിൽ ബലാ. ജഹ്ദുൽ ബലാ എന്ന് പറഞ്ഞാൽ ശാരിഹികൾ വിശദീകരിച്ചത് കാണാം, താങ്ങാൻ സഹിക്കാൻ കഴിയാത്ത, പ്രതിരോധിക്കാൻ കഴിയാത്ത മുസീബത്തുകൾ, അതുവന്ന് ബാധിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവോട് അഭയം തേടാറുണ്ടായിരുന്നു. വതറക്കി ശഖാ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ വന്നു ചേരുക, അങ്ങനെ നാശത്തിലേക്ക് എത്തുന്ന കാരണങ്ങൾ, ഇവയെ തൊട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് അഭയം തേടാറുണ്ടായിരുന്നു. അതേപോലെ വസൂഇൽ ഖദാ, മനുഷ്യൻ ചെയ്യുന്ന തോന്നിവാസത്തിന്റെ ഫലമായി അള്ളാഹു വിധിച്ചതായ സൂഉൽ ഖദാ, ചില വിധികൾ, മോശമായ ഖദാഉകൾ, അതിനെ തൊട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടാറുണ്ടായിരുന്നു. അതേപോലെ വശമാതത്തിൽ അഅദാ, നമ്മുടെ ദുഃഖത്തിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോ ശത്രുക്കൾ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, അതിനെ തൊട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മാറാ രോഗങ്ങൾ വ്യാപിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമാണ് ഖത്തുൽ ഇനാഅ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പാത്രങ്ങൾ അത് മൂടി വെക്കണം, ഭക്ഷണ പാത്രങ്ങൾ മൂടി വെക്കണം. വഔഖുസ് സിഖാഅ, കുടിക്കുന്ന പാനീയങ്ങളൊക്കെ ശരിക്കും മൂടിക്കെട്ടി അത് മൂടണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഫഇന്ന ഫിസ്സനഹ ലൈല, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, യൻസുലു ഫീഹാ വബാഉൻ, അതിൽ ഒരു രോഗം ഇറങ്ങും. വബാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, അതിൽ ധാരാളക്കണക്കിന് ആളുകൾ മരിച്ചു പോകും. അങ്ങനെയുള്ള രോഗം വർഷത്തിൽ ഒരു രാത്രിയിൽ ഇറങ്ങുന്നതാണ്. ലാ യമുറു ബിഇനാഇൻ ലൈസ അലൈഹി ഗിതാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ. അങ്ങനെ ആ രോഗം വന്നാൽ മൂടി വെക്കാത്ത, അല്ലെങ്കിൽ തുറന്നിട്ട പാനീയത്തിന്റെ അരികിലൂടെ അത് പോവുകയാണെങ്കിൽ അതിൽ ആ രോഗം, ആ വബാ ഇറങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചര്യ നമ്മൾ മനസ്സിലാക്കുക. ഭക്ഷണപാത്രങ്ങളും അതേപോലെ തന്നെ കുടിവെള്ളവും അതെല്ലാം മൂടി വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. സഹോദരന്മാരെ, ധാരാളം കാര്യങ്ങൾ ഇനിയും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സന്ദർഭത്തിൽ കൂടുതൽ ആളുകളും മനസ്സിലാകാതെ പോകുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക. തിന്മകൾ ആളുകളിൽ വർദ്ധിക്കുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. അതൊന്നും വകവെക്കാതെ ദുനിയാവിലൂടെ മാത്രം പല ആളുകളും പല പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുന്നതിൽ വളരെയധികം ആവേശം കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ അതിനേക്കാളും മുൻഗണന കൊടുക്കേണ്ട, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമെന്നൊരു ബോധം ബഹുഭൂരിഭാഗം ആളുകളിലും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم إنا نستغفرك إنك كنت غفارا. اللهم أنت الغني ونحن الفقراء وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه